ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള റിസൾട്ടാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. എന്നാലും ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് നിപ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു സമ്പർക്കം കുറച്ച് കൂടുതലുണ്ട്. അദ്ദേഹം മറ്റേ OP സെക്ഷനിലാണ് ആദ്യം പോയത്. അതിനുശേഷം അദ്ദേഹത്തിന് MRI സ്കാനിങ് നടത്തിയിട്ടുണ്ട്, എക്കോ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിപുലമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാരോടൊക്കെ ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പേഷ്യൻറ്റിനെ ഇന്ന് 11 മണിയോടുകൂടെ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് എല്ലാം ഉണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. കിറ്റ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്, PPE കിറ്റ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഈ ബന്ധപ്പെട്ട എല്ലാവരോടും ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ DME DHS ഉൾപ്പെടെയുള്ള ഉന്നതരുടെ യോഗം വിളിച്ചു കൂട്ടി. നാളെ എൻ്റെ ഓഫീസിൽ 12 മണിക്ക്. അപ്പോൾ ഇതുവരെയായിട്ട് ഭയപ്പെടാനൊന്നുമില്ല. പക്ഷേ ഈ പേഷ്യൻ്റ് അദ്ദേഹം ഒരു ഗോഡൗൺ വാടകയ്ക്കെടുത്ത് അദ്ദേഹം തന്നെ ക്ലീൻ ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ഒരു പക്ഷേ വവ്വാലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഒരിക്കൽ പനി വന്ന് മാറിയതാണ്. പക്ഷേ വീണ്ടും പനി വന്നു. അങ്ങനെയാണ് വീണ്ടും ഇദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ 2-3 തവണ അദ്ദേഹം ആശുപത്രിയിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പാശ്ചാത്യത്തിലാണ് 43 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഈ പറഞ്ഞ പോലെ ചില്ലറ ബിസിനസ്സൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനാണ് ഗോഡൗൺ വാടകയ്ക്ക് എടുക്കുന്നത്. ഇതുവരെയായിട്ട് ബുദ്ധിമുട്ടൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് പക്ഷേ ഒരു 2 സിറ്റുവേഷൻ ഉണ്ട്. ഒന്ന് ഡേഞ്ചറസ് സിറ്റുവേഷനും ഉണ്ട്, ഒന്ന് ഹൈ റിസ്ക് ഉണ്ട്, ഒന്ന് ലോ റിസ്ക് ഉണ്ട്. അപ്പോൾ ഹൈ റിസ്കിലേക്കുള്ള സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉണ്ട്. പക്ഷേ സ്വയം ക്വാറന്റൈനിൽ പോകണമെന്ന് പറഞ്ഞാൽ പലരും അത് ചെയ്തോളണമെന്നില്ല. അങ്ങനെ OPയിൽ എത്ര പേരുണ്ട് അതിൻ്റെ കണക്കില്ല. അങ്ങനെയുള്ളവരോട് ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെടാനേ കഴിയുള്ളൂ. ഇപ്പോഴാശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഇപ്പോൾ ഷിഹല്ലയുടെ അത് ഇന്ന് ഇപ്പോൾ 8 കുട്ടികളോടും അത് കൺഫേം ആയിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറഞ്ഞ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതുവരെ ഒരിടത്തും അങ്ങനെയുള്ള ഹൈ റിസ്ക് സാഹചര്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പ വയറിന്റെ വേറെ അസുഖത്തിന്റെ സ്റ്റോക്കുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ ഏതായാലും നാളത്തെ NYയിലത്തെ റിസൾട്ട് വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കും. ഇല്ല, അത് നമ്പർ അവർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പരിമിതി ഉണ്ടല്ലോ. കാരണം ഒരു വിപുലമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിപ്പയാണെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെ അതെ, അതിൻ്റെ ഇപ്പോൾ വവ്വാലുകൾ യോഗം വരുത്തുമെന്നാണ് വന്നിട്ടുള്ളത്. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു നിഗമനം. അതേതായാലും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കും. എൻ്റെ ഇത് കിട്ടിയിട്ട് 2 ആഴ്ചയല്ലേ ആയിരിക്കും. എങ്കിലും പരമാവധി കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാൻ ഡോക്ടർമാരുടെ സഹകരണം ഉണ്ടാവുന്നുണ്ട്. ആവശ്യമില്ലാത്ത വെടിവെച്ചയാണ്. പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം MLA എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. പോലീസ് അത് തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതിനിപ്പോൾ വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല.